അജുവേ, ആ ഗണേശൻ SI അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി നിന്റെ കൂമ്പിടിച്ചെടുക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആൾക്കാരെ പറഞ്ഞിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? വേണ്ടതെന്നതാന്ന് ഞാൻ പറയാം. 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേവരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങടാ പുറത്ത്. ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിനല്ലയോ? അധിക പ്രസംഗി. ഇനി നിന്റെ ആസനം കഴിയാൻ പോലീസാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ഹാഫ് അറിയില്ല, ഒരു അണുമണി നിന്റെ നോക്കണെങ്കിൽ മോനെ എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ച് കലക്കട. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനോരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ ഒരു മഹാസത്യം മനസ്സിലാക്കണം. സാർ ഇപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് SP. നായിന്റെ മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ.